ലോകം മുഴുവൻ ഫുട്ബോൾ ആഘോഷത്തിൽ ആറാടുമ്പോൾ കുട്ടികൾക്കും അതിന്റെ ആവേശം പൂർണ്ണമായി ആസ്വദിക്കാൻ വഴിയൊരുക്കുകയാണ് കൊച്ചിയിലെ ഗ്രിഗോറിയൻ സ്കൂൾ. പുലർച്ചെ നടക്കുന്ന കലാശപ്പോര് ആസ്വദിച്ച് കാണാൻ മാനേജ്മെന്റ് സ്കൂളിന് ഒരു ദിവസത്തെ അവധി പ്രഖ്യാപിച്ചു. മത്സരം കണ്ട് ഉറക്കച്ചടവോടെ ക്ലാസ്സിലിരിക്കേണ്ട സാഹചര്യം ഒഴിവാക്കാനാണ് ഈ തീരുമാനം. ഫുട്ബോളിനോടുള്ള സ്നേഹവും കുട്ടികളുടെ മാനസിക ശാരീരിക ക്ഷേമവും ഒരുപോലെ പരിഗണിച്ചാണ് മാതൃകാപരമായ നീക്കം. കൊച്ചിയിൽ നിന്ന് അബ്ദുൾ റഹീം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ലോകമെമ്പാടും ഫുട്ബോളിൻ്റെ ലഹരിയിലാണ്. ഇനി അതിൻ്റെ കലാശപ്പോര് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇനി എന്താകും അതിൻ്റെ ഫൈനൽ എന്നറിയാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഇനി കലാശപ്പോര് നടക്കാനിരിക്കുന്നത് പുലർച്ചെ 12:30-ക്കാണ്. അപ്പോൾ സ്വാഭാവികമായും കളി കാണാൻ കാത്തിരിക്കുന്നവരാണ് എല്ലാവരും. അതുകൊണ്ട് അതിൻ്റെ ആവേശവും ഒക്കെ നിലനിൽക്കെ തന്നെയാണ്. ഇപ്പോൾ അതിൽ ഏറ്റവും കൗതുകരമായൊരു കാര്യം, ഈ ഫുട്ബോൾ ഫൈനൽ നടക്കുന്നതോടനുബന്ധിച്ച് തിങ്കളാഴ്ച ആ സ്കൂളിൽ മൊത്തം അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ സ്കൂളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അവിടുത്തെ പ്രിൻസിപ്പൽ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. മാം, എന്താണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് പോകാനുണ്ടായ സാഹചര്യം? ഇപ്പോൾ തിങ്കളാഴ്ച ഏർലി മോർണിംഗ് കളി നടക്കണതുകൊണ്ട് കുട്ടികൾക്ക് സ്കൂളിൽ വരാൻ ബുദ്ധിമുട്ടാവും. കാര്യം 3 o'clock എന്നൊക്കെ പറഞ്ഞാൽ അവർ ഉറങ്ങുന്ന ടൈമാണ്. ഡെഫിനറ്റായിട്ട് ആ ടൈമിൽ കുട്ടികളെല്ലാവരും ഫുട്ബോൾ പ്രേമികളായതുകൊണ്ട് ദേ വിൽ ഡെഫിനറ്റ്ലി വാച്ച്. ഇത് അവർ ഉറക്കപ്പിച്ചിൽ വന്ന് അവർ സ്കൂളിലിരുന്ന് ഉറങ്ങി, അത് നമ്മുടെ പേർപ്പസ് നമ്മൾ അവിടെ വി ആർ നോട്ട് ഏബിൾ ടു അച്ചീവ്. അതുകൊണ്ട് വി ഡിസൈഡ് ടു ഗിവ് എ ഹോളിഡേ. ഏത് ടീമിനാണ് ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത്? അതിപ്പോൾ ഇവിടെ കുട്ടികളോടൊക്കെ അവർക്ക് ഇഷ്ടമുള്ള ടീമിൻ്റെ ജേഴ്സി ഇട്ടുകൊണ്ടിരാന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് അർജൻറ്റീന തന്നെയായിരുന്നു. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിൽ പെടാത്തത്. അപ്പോൾ ദേ വർ ഓൾ ആസ്കിങ് മീ, മാം വിച്ച് ടീം ആർ യു സപ്പോർട്ടിങ്? അപ്പം സപ്പോർട്ടിങ് ഐ ആം സപ്പോർട്ടിങ് സ്പെയിൻ. പറയാണ്ട് വയ്യ മെസ്സിയുടെ കളി. ഹീ സംതിങ് സോ ഡിഫറെൻറ്റ്. അതിപ്പോൾ ആൾക്കാർ പലതും പറയുമായിരിക്കും, പക്ഷേ മെസ്സിയുടെ ഒപ്പം വെക്കാൻ ഇതുവരെ ഞാനൊരു പ്ലെയറിന് ശരിക്കും പറഞ്ഞാൽ വെൻ യു വാച്ച് ദ മാച്ച് യു ഡോണ്ട് സീ. മാമിൻ്റെ ഒക്കെ ഒരു പ്രഖ്യാപനം വന്നപ്പോൾ എന്ത് തോന്നി? സ്കൂൾ പിറ്റേ ദിവസം അവധിയാണെന്ന് അറിഞ്ഞപ്പോൾ നല്ല സന്തോഷമായിരുന്നു. ബിക്കോസ് I don't know how we were supposed to wake up early the next day to come to school, but then we're very happy now. ഏത് ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഇപ്പോൾ സ്പെയിനാണ്. I was Portugal first, but then ഇപ്പോൾ സ്പെയിനായി. ആര് കപ്പടിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? അർജന്റീന. അടുത്ത മെസ്സി ഫാനാണോ? വേൾഡ് കപ്പ് ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ്. ഇത്തവണ വേൾഡ് കപ്പ് ആരായിരിക്കും? അർജന്റീന. അടുത്ത അർജന്റീന ആരാധകയാണ് അല്ലേ? കഴിഞ്ഞ കളിയൊക്കെ, അതായത് റൗണ്ട് ഓഫ് 32 ആയിക്കോട്ടെ, റൗണ്ട് ഓഫ് 16 ആയിക്കോട്ടെ, സെമി ആയിക്കോട്ടെ, ഒക്കെ അർജന്റീന ആരാധകരെ സംബന്ധിച്ച് ഭയങ്കര നെഞ്ചിടിപ്പായിരുന്നു അല്ലേ? അവസാന നിമിഷത്തിലാണ് കളി തിരിച്ചു വന്നത്. അപ്പോൾ ആ കളി കണ്ടപ്പോൾ എന്ത് തോന്നി? ആദ്യമൊക്കെ എന്തായാലും നമ്മൾ തോക്കും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ആദ്യമൊക്കെ നമ്മൾ അങ്ങനെ വിചാരിച്ചു. ലാസ്റ്റ് ഗെയിമൊക്കെ ആയപ്പോൾ നമുക്ക് മനസ്സിലായി അവസാന നിമിഷമാണെങ്കിലും ഗോൾ അടിച്ച് കയറ്റിയിരിക്കും. അപ്പോൾ പോർച്ചുഗൽ ഫാൻസ് ആണോ? ആദ്യം തന്നെ പുറത്തുപോയി. ഇനിയിപ്പോൾ എന്താ പറയുന്നത്? ഒന്നും പറയാനില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോഴും പോർച്ചുഗൽ തന്നെയാണ്. സ്പെയിന് പരമാവധി ആളുകൾ കുറവാണെന്ന് തോന്നുന്നുള്ളൂ. പക്ഷേ കുറച്ചുകൂടെ യങ് പ്ലെയേഴ്സ് ആണ്, അതുകൊണ്ടല്ല. പക്ഷേ എന്നാലും ഇത്തവണ ജയിക്കാൻ ചാൻസ് ഉണ്ട്. ഉറക്കം ഒഴിച്ചിരുന്ന് കളി കണ്ടാലും പിറ്റേ ദിവസം രാവിലെ കിടന്ന് ഉറങ്ങാം. യെസ്, അതുകൊണ്ട് കുഴപ്പമില്ല. കണ്ടിട്ട് ഉറങ്ങാൻ പറ്റുന്നതുകൊണ്ട് രസമായിരുന്നു. നെയ്മർ തുടക്കത്തിൽ പുറത്തുപോയി, കുഴപ്പമില്ല. എന്നാലും അല്ലേ, കളി കാണുന്നുണ്ടോ ഇപ്പോൾ? എങ്ങനെയാണ്? എന്ത് തോന്നുന്നു ഇപ്പോൾ ഇത്തവണ ലോകകപ്പ് ആര് നേടും എന്ന് തോന്നുന്നു? I want Spain to win. ആര് ജയിക്കും? സ്പെയിൻ. ഫൈനൽ കണ്ടു കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് പിറ്റത്തെ ദിവസം അവധി എന്ന രീതിയിലേക്ക് വന്നപ്പോൾ അധ്യാപകർക്ക് എന്താണ് തോന്നിയത്? ആസ് എ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം നമ്മുടെ സ്പോർട്സിനെ സപ്പോർട്ട് ചെയ്ത് കുട്ടികൾ എൻ്റെ വേൾഡ് കളി കാണണം. കുട്ടികൾക്കും ഇവരുടെ ഏജിൽ ആ ഒരു കളി കാണാനും ആ ഒരു സ്പിരിറ്റും, പിറ്റേ ദിവസം ക്ലാസ്സിൽ വന്നിരുന്ന് ഓർക്കം തൂങ്ങിയിരിക്കുന്നതിൽ നല്ലത് അവധി എടുത്ത് റെസ്റ്റ് ചെയ്ത് അവർക്ക് ആ ഡേ എൻജോയ് ചെയ്ത് കാണണം. ചെറുപ്പം തൊട്ടേ ക്രിസ്ത്യാനോടാണ് നമ്മളുടെ ഒരു ഈ കളീനോട്ട് നമ്മളേക്ക് മുമ്പോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പോർച്ചുഗലായത്. പക്ഷേ ഇപ്പോൾ നിലവിൽ കളി വെച്ച് നോക്കുമ്പോൾ അർജൻറ്റീനയുടെ ഈ ഒരു തിരിച്ചുവരവും കാര്യങ്ങളൊക്കെ എല്ലാം വളരെ നല്ലൊരു തിരിച്ചുവരവായിരുന്നു. കുറേ കളികളിൽ ചെയ്തത്. പക്ഷേ സ്പെയിൻ ഫ്രാൻസ് ആയിട്ടുള്ള ഗെയിമിൽ എക്സ്ട്രാ ഓർഡിനറി പ്ലേ ആയിരുന്നു. കാരണം കൂടുതൽ ചാൻസസ് ഒന്നും ഒരു കൊടുക്കാതെയുള്ള എക്സ്ട്രാ ഓർഡിനറി ഗെയിമാണ് അവർ കളിച്ചത്. ഇപ്പോൾ കളി വെച്ച് നോക്കുമ്പോൾ സ്പെയിനാണ് ഒരു മേൽക്കൈ ഉള്ളത്. ബട്ട് ഫൈനലാണ് ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇനി വി വിൽ വെയിറ്റ്. കപ്പ് ആരടിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അർജന്റീന അടിക്കട്ടെ എന്നുള്ളതാണ് അർജന്റീന ആരാധകരുടെ ആവശ്യം. അതോടൊപ്പം തന്നെ മറ്റ് ബ്രസീൽ, പോർച്ചുഗൽ തുടങ്ങി മറ്റ് ടീമുകളെല്ലാം ആഗ്രഹിക്കുന്നത് സ്പെയിൻ കപ്പടിക്കട്ടെ എന്നുള്ളതാണ്. എന്തായാലും വിശ്വകിരീടത്തിൽ ഒരിക്കൽ കൂടി മെസ്സി മുത്തമിടുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഏതായാലും ഇവിടുത്തെ സ്കൂളിലെ കുട്ടികൾക്ക് ആ കളി കണ്ടു കഴിഞ്ഞ് സുഖമായി കിടന്നുറങ്ങാം. സ്കൂള് പിറ്റേ ദിവസമില്ല. ഈ ഒരു മാതൃക സ്വാഭാവികമായും മറ്റ് ആളുകൾക്കും അനുവർത്തിക്കാവുന്ന ഒന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടിയും വരും. കൊച്ചിയിലെ ഗ്രിഗോറിയൻ സ്കൂളിൽ നിന്നും ക്യാമറമാൻ അഭിജിത്തിനൊപ്പം അബ്ദുൾ റഹീം, ന്യൂസ് മലയാളം.